വിലക്കുകൾ നീക്കിയതോടെ വിമാനങ്ങൾക്കൊപ്പം കുതിച്ചുയരുകയാണ് വിമാന ടിക്കറ്റ് നിരക്കും. പ്രവാസികൾ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് യുഎഇയിലേക്ക് എത്തുന്നത്. ഇവിടേക്ക് എത്തുന്ന പ്രവാസികൾക്ക് ഇനി നിരാശയുണ്ടാകില്ല. പ്രവാസികളെ കാത്തിരിക്കുന്നത് വമ്പൻ അവസരങ്ങളാണ്. ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന നീക്കത്തിലേക്ക് യുഎഇ കടക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓഗസ്റ്റ് 30 പൂർണ്ണമായും വാക്സിൻ എടുത്ത സന്ദർശകർക്കായി കര വ്യോമാതിർത്തികൾ തുറന്നിരിക്കുകയാണ് യുഎഇ. ഇതിനു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പേരാണ് ഗൾഫ് രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ നിന്ന് യുഎഇയിലേക്ക് യാത്ര ചെയ്യുന്നവർ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെ സെപ്റ്റംബർ 10 വരെയുള്ള വിമാന ടിക്കറ്റ് നിരക്കിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുഎഇയിലെ വർദ്ധിച്ചു വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിന് പുറമെ സെപ്റ്റംബർ 19 തുടങ്ങാനിരിക്കുന്ന ഈ വർഷത്തെ IPL ടൂർണമെന്റ്, ഒക്ടോബർ 1 തുടങ്ങാനിരിക്കുന്ന ദുബായ് എക്സ്പോ, ഒക്ടോബർ 17 തുടങ്ങാനിരിക്കുന്ന ICC T20 ലോകകപ്പ് എന്നിവയും രാജ്യത്തേക്കുള്ള സന്ദർശകരുടെ ഒഴുക്കുകൂട്ടാൻ കാരണമായി മാറി. കൂടാതെ നവംബർ 14 ദുബായിൽ വെച്ചാകും T20യുടെ ഫൈനൽ മത്സരം ഉണ്ടാകുക. ഒക്ടോബർ 24 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മാച്ചും സന്ദർശകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നെത്തുന്ന വാക്സിൻ എടുത്ത ടൂറിസ്റ്റുകൾ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യാഴാഴ്ച അബുദാബിയും അറിയിക്കുകയുണ്ടായി. എന്നാൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എത്തിയ ശേഷവും കോവിഡ് പരിശോധന നടത്തേണ്ടതാണ്. കൂടാതെ അബുദാബിയിൽ എത്തി നിശ്ചിത ദിവസത്തേക്ക് ശേഷം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം. അങ്ങനെ രാജ്യത്തേക്ക് വരാൻ പോകുന്ന പരിപാടികൾ കാരണം ദുബായിലേക്കുള്ള വിമാനങ്ങളെല്ലാം നിറയെ യാത്രക്കാരെയും വഹിച്ചാണ് യാത്ര പുറപ്പെടുന്നത്. കൂടാതെ ഒരു മുൻനിര യാത്രാ വെബ്സൈറ്റ് നൽകുന്ന വിവരമനുസരിച്ച് ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ് ചാർജ് 16,233 രൂപയിൽ നിന്ന് 30,261 രൂപ വരെയായി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ബംഗളൂരുവിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് വില 17,778 രൂപയിൽ നിന്ന് ഉയർന്ന് 31,942 രൂപയിൽ എത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 10 വരെയുള്ള ടിക്കറ്റ് നിരക്കാണിത്. മാസങ്ങൾ പിന്നിടുമ്പോൾ നിരക്ക് കുറയാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പോകുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദുബായ്. കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തെ തുടർന്ന് ഏപ്രിലാണ് യുഎഇ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ക്രമേണ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുകയാണ് ഈ അറബ് രാജ്യം. യുഎഇ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഓഗസ്റ്റ് 30 മുതൽ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകളുടെ 2 ഡോസുകളും സ്വീകരിച്ച സന്ദർശകർക്ക് രാജ്യത്തേക്ക് വരാം എന്ന പ്രഖ്യാപനം നടത്തിയത്. അബുദാബി സർക്കാർ മീഡിയ ഓഫീസിന്റെ ഔദ്യോഗിക സൈറ്റിലും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ എടുത്തവർക്ക് സെപ്റ്റംബർ 5 മുതൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.